സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടുകൂടൽ പ്രമാണിച്ചുള്ള വീഡിയോകളൊക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ജോലി തിരക്ക് കൊണ്ട് തന്നെയാണ്. ഇനി കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നും കുറച്ച് സാധനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഉപകാരമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല അടിപൊളി സാധനങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വീട് മാറുമ്പോൾ ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഒതുക്കലും പെറുക്കലൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങലും എല്ലാം അതാത് സ്ഥാനത്ത് വെക്കലും ഒക്കെയാണ്. അപ്പോൾ മോളും കൂടി ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടിയാണ് രണ്ട് മക്കളും കൂടിയാണ് എല്ലാം എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓൺലൈൻ ഷോപ്പിംഗ് അല്ല, നേരിട്ട് കടയിൽ പോയി വാങ്ങിയതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എല്ലാം അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മോനുണ്ട്, മോളും ഉണ്ട്, അവരുടെ പപ്പയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവരാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതും ഒക്കെ ചെയ്യുന്നതൊക്കെ അവരാണ്. കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വാഷ് ബേസിൻ്റെ അടുത്ത് വെക്കാനായിട്ട് നമ്മളൊരു വെൽക്കം വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി റെഡ് കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു വെൽക്കം ഒക്കെ എഴുതിയിട്ടുള്ള ചുവപ്പ് കളറിലുള്ള, നമ്മൾ ബ്ലാക്ക് ടൈലായതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന പോലെ ഒരു ചുവപ്പ് കളറിൽ വെൽക്കം, നല്ല അടിപൊളി സാധനമായിരുന്നു. പിന്നെ നമ്മൾ ഹാൻഡ് വാഷിന് വേണ്ടിയിട്ട് വാങ്ങിയതും സെലക്റ്റിൻ്റെ ലെമൺ ഹാൻഡ് വാഷാണ്. അത് നല്ല സ്മെല്ലൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിരുന്നു. എവിടെ പോയാലും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരും, അത് മോൻ നോക്കുന്നതാണ്. അപ്പോൾ രണ്ട് ബെഡ്റൂമിലേക്ക് വെക്കാനും ഇതേപോലത്തെ റെഡ് കളറിലുള്ളതാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോഫ കവറൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോഫ കവർ അങ്ങനെ ആരും തയ്ച്ചൊന്നും തരുന്നില്ല. അപ്പോൾ നമ്മളെ പഴയ താഴെ വീട്ടിലെ സോഫയ്ക്ക് കവറൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ സോഫയൊക്കെ കീറിയൊക്കെ പോയി, നാശമായിപ്പോയി. ഇതൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളെ സോഫയ്ക്ക് ടൈറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിയത് മാമ്പഴവും ലിച്ചി ഫ്രൂട്ട്സാണ്, ഇവിടെ ലിച്ചി എന്നാണ് പറയുന്നത്. സോഫ കവർ വാങ്ങുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടുള്ള അളവിലുള്ളത് കിട്ടണമല്ലോ. കറക്റ്റ് അളവും മോഡലൊക്കെ പറഞ്ഞു കൊടുത്താൽ കിട്ടും. പക്ഷേ ക്ലോത്ത് നന്നായിരിക്കണം, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ മോളും പപ്പയും കൂടിയിട്ട് സോഫ കവറൊക്കെ ഇടുകയാണ്. നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല സ്മൂത്തി ആയിട്ടുള്ള, നമ്മുടെ ചുരിദാറിൻ്റെ തുണി പോലെയോ ഒക്കെയുള്ള കോട്ടൺ ടൈപ്പ് ഇതാണ്. കണ്ടോ, നല്ല ഇതായിട്ട് നമ്മൾ അത് ഇടാനും നല്ല ഇതാണ്. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ക്ലോത്ത് സിൽക്കി ടൈപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ സിൽക്കിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെ ഒരുമാതിരി ഇതുണ്ടാവും, ഒരു സ്മൂത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമ്മളെ കടയിൽ തന്നെ പോയി വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ബെഡ് കവറാണ് കേട്ടോ. അപ്പോൾ ബെഡിൻ്റെ കവറും ഇവിടെ കോട്ടൺ ക്ലോത്തൊക്കെ വാങ്ങി കൊടുത്താൽ തയ്ച്ചു തരും. എന്നാലും ഇത് നല്ല ഒരെണ്ണം കണ്ടപ്പോൾ വാങ്ങിയതാണ്. കുറച്ച് റേറ്റൊക്കെ കൂടുതലാണെങ്കിലും നല്ല കറക്റ്റ് ആ ബെഡിൻ്റെ കമ്പനി പേരൊക്കെ പറഞ്ഞപ്പോൾ അവർ കറക്റ്റ് അളവിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കടയിൽ പോയിട്ട് നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. ഓൺലൈനിലൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ക്ലോത്തൊന്നും നന്നായിട്ടിരിക്കില്ല. അപ്പോൾ നമുക്കങ്ങനെ അമളികളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തുണി വാങ്ങി തയ്ക്കുന്നതിനേക്കാളും നല്ല കുറച്ച് റേറ്റിലൊക്കെ വാങ്ങുമ്പോൾ അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ടും നല്ല കറക്റ്റ് അളവിലും പിന്നെ നല്ല ക്ലോത്തും ഒക്കെ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓൺലൈനിൽ വാങ്ങുമ്പോൾ നമ്മളത് ശരിക്കും നോക്കണം. കാരണം ക്ലോത്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ഇതാണല്ലോ. അപ്പോൾ ഇത് നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി, അങ്ങനെ അധികം പെട്ടെന്ന് നാശാവാത്ത സൈസായിരുന്നു. ഇട്ടത് പെർഫെക്റ്റ് സൈസിലുള്ളത് തന്നെയായിരുന്നു. ആ ബെഡിൻ്റെ മോഡൽ പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് കണ്ടോ, കറക്റ്റ് അളവും നല്ല ക്ലോത്തും ആണ്.
ബെഡ് നമ്മുടേത് വൈറ്റ് കളറിലുള്ളതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് അറിയുമല്ലോ, പിന്നെ ബെഡ് കഴുകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ബെഡ് കവറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാലും ബെഡ്ഷീറ്റ് ഇട്ടിട്ട് കിടക്കുകയാണെങ്കിലും നമ്മൾ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ ബെഡൊക്കെ അഴുക്കാകും, പൊടിയൊക്കെ ആവില്ലേ. അപ്പോൾ ബെഡ് കവർ ഇടുന്നത് നല്ല ഇതാണ്. അതിൻ്റെ മുകളിലൊരു ബെഡ്ഷീറ്റും കൂടി വിരിച്ചാൽ ഉഷാറായി. അപ്പോൾ ദാ മോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ എല്ലാം വിരിക്കലും പിടിക്കലും എടുത്ത് വെക്കലും നമ്മൾ പണിത്തിരക്കോട് തിരക്കാണ്. മോള് ഒരു മാസം വെക്കേഷന് വന്നപ്പോൾ ജോലി തന്നെയായിരുന്നു. അപ്പം മോളാണ് പറഞ്ഞത് നമുക്കിതൊക്കെ വീഡിയോ ഇടാം അമ്മ, നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടും ആയതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല. ലാസ്റ്റ് വെക്കേഷൻ തീരാൻ നേരത്താണ് നമ്മളൊന്ന് പുറത്ത് പോയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി വരാനുണ്ട്. ഞാനതൊക്കെ ആ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് അത് രജോ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ മെഹന്തി ഇടുന്നതും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. ഇനി തുടർച്ചയായി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ. കാരണം കുറച്ചിങ്ങനെ ലേറ്റായിട്ടൊക്കെ പോകുന്നുണ്ട്, പിന്നെ വ്യൂസൊക്കെ കുറവാണ്. ഇങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ ചാനലൊക്കെ ഫ്രീസ് ആയിരിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്, പിന്നെ ഒരേ സമയം കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല സമയത്തൊക്കെ ആയിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് എൻ്റെ വീഡിയോ എപ്പോഴും ഈവനിങ് 6 മണിക്കായിരിക്കും ഞാൻ ഇടുന്നത്. എനിക്ക് തന്നിട്ടുള്ള സമയം 5:59 ആയിരുന്നു. 5:59 എന്ന് പറയുമ്പോൾ 6 മണി തന്നെയല്ലേ. അപ്പം ഞാൻ ആ സമയത്തായിരിക്കും ഇനി എൻ്റെ എല്ലാ വീഡിയോയും ഷോർട്സും വലിയ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈവനിങ് 6 PM അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ കറക്റ്റ് സമയം നോക്കി ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരു കമൻറ്റൊക്കെ എഴുതി ഒരു ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഞാൻ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഓടും. അപ്പോൾ ഇപ്പോൾ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെറിയ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇടാനും ഒരു ഇതില്ല. അപ്പം മോള് പറഞ്ഞു അങ്ങനെ ഇടും അമ്മ, ഇനി എന്തായാലും നമ്മൾ ചാനൽ നിർത്തണ്ട, അങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും ഉഷാറാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം വിചാരിക്കുന്ന പോലെ കാര്യം ഇടാൻ പറ്റുന്നില്ല, കാരണം മോള് ഇവിടെ എൻ്റെ കൂടെ ഇല്ല. പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ വീട് ഇപ്പോൾ ഷിഫ്റ്റ് ആയപ്പോൾ അതിൻ്റെ കുറേ ജോലി തിരക്കുകളായി. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞാനിവിടെ കൊടുക്കാം, സബ്സ്ക്രൈബർ ഒന്ന് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ ഹോം ടൂറൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി പണികളൊക്കെ ഉണ്ട് വീടിൻ്റെ, എല്ലാം ഒന്നും പൂർത്തിയായില്ല. ഈ ബെഡിൻ്റെ ഡിസൈനൊക്കെ ഒന്നും പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ആൾക്കാർ കുറച്ച് തിരക്കിലാണ്, പിന്നീട് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഒരു ഇതുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അവിടെയൊക്കെ കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീടിൻ്റെ എല്ലാ പണിയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു ഹോം ടൂർ ചെയ്യുന്നുണ്ട്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻറ്റീരിയൽ വർക്കും അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ 42 ഡിഗ്രിയൊക്കെ, ഭുവനേശ്വറിൽ 42 ഒക്കെ എന്ന് പറയുമ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കാരണം ഇവിടെ നമ്മുടെ ഏരിയയിലൊക്കെ 38, 36 അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താന്നും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി നമുക്കിവിടെ നിൽക്കുക കളിയില്ല. കാരണം നമ്മൾ വയനാട്ടിൽ അത്രയും നല്ല തണുത്ത കാലാവസ്ഥയിൽ നിന്നിട്ട് ഇവിടുത്തെ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ചൂടാണ്. പുറത്തേക്കൊന്നും കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ല. ചൂടിൻ്റെ കാര്യമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഒന്നിനുള്ള ഒരു മൂഡില്ല. വീഡിയോ ഒക്കെ ലേറ്റ് ആവുന്നതും അതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ സോഫ കവർ ഇട്ടതിന് ശേഷം അത് ടൈറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, വെള്ള പൈപ്പ് പോലത്തെ സ്പോഞ്ചിൻ്റെ ഒരു പീസാണ്. അത് നമ്മൾ സോഫേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ സോഫ ടൈറ്റായി നിൽക്കും. യൂസ് ചെയ്യാൻ പറ്റാതായി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ചധികം തന്നെ അവർ തരും. സോഫ വാങ്ങുമ്പോൾ അതൊക്കെ ചോദിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് തരുമായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ സോഫ കവറൊക്കെ നമുക്ക് എപ്പോഴും ഇപ്പോൾ അലക്കിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ വീണ്ടും ഇടണ്ടേ. അപ്പോൾ നമുക്കിത് എടുത്തു വെച്ചാൽ സൂക്ഷിച്ച് വെച്ചാൽ നല്ലതാണ്. എനിക്കത് കറക്റ്റ് ചെയ്തിട്ടിട്ട് ഈ സ്പോഞ്ച് കൊണ്ട് ടൈറ്റ് ചെയ്താൽ നല്ല ഉഗ്രൻ ഉഷാറായി. അപ്പോൾ സോഫ കവറിലിട്ട് ആകെ ടയർഡായി, കാരണം ചൂട് കാരണം കേട്ടോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ മോളാകെ വേർത്ത് കുളിച്ചു. അപ്പം മോൾക്ക് ഞാൻ ഒന്ന് തുടച്ചെല്ലാം കൊടുത്ത് കാറ്റെല്ലാം വീശിയായിരുന്നു.
അപ്പോൾ നമ്മളെ ഒരു ചെറിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി 1 മണിക്കൂർ വീഡിയോ ഒക്കെ ആയി. കുറച്ച് ഭാഗം ഞാൻ ഇനി ഒരു ദിവസം വിടാം. അത് വേറെ പോർഷൻ തന്നെ ഉണ്ട്. കാരണം നമ്മുടെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഡെയിലി ഞാൻ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഓൺലൈനിൽ വന്നതുണ്ടായിരുന്നു. സന്ധ്യക്കെല്ലാം ഒരിക്കലും ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ ഒക്കെ കൊണ്ടിരുന്നു. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. ഒരു 2 അതിലൊരു 3 ചപ്പാത്തി മതി. പിന്നെ കറിയൊക്കെ ഉണ്ട്. ഒന്ന് കറിയൊക്കെ ചൂടാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ, ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ രാവിലത്തെ പോർഷൻ എടുത്തു. പിന്നെ ഉച്ചയായപ്പോഴേക്ക് ഗ്യാസ് സ്റ്റൗ വന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയത്, ഇപ്പോൾ ഈ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന ആ ഗ്യാസ് സ്റ്റൗ വന്നത് വീഡിയോ ഞാൻ ചെയ്തു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് സന്ധ്യക്കാണ് ചേട്ടന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവന്നതെന്ന് നമ്മൾ കാണിക്കാൻ തന്നിട്ട് ആ ഭാഗം ചെയ്ത്. അപ്പോൾ ഇതും കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്. എന്നാലും നിങ്ങളെല്ലാവരും ഫുള്ള് വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഇതൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ അതിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡെയിലി നമ്മൾ ഫുഡ് കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഡെയിലി ചെയ്തത് ഡേ ഇൻ മൈ ലൈഫ് എടുത്തതാണ്. പക്ഷേ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് നമ്മളത് 3 ഭാഗമായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഭാഗമാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഇന്നത്തോടെ തീർന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണിച്ചില്ലല്ലോ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് നേരത്തെ പറഞ്ഞത്. വലിയ ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഡേയിൽ എടുത്തത് ഞാനൊരു ഭാഗത്തിടാം. ഉച്ചയ്ക്ക് എടുത്ത ഭാഗങ്ങളാണ് ആ ഗ്യാസിൻ്റെയൊക്കെ, അത് വിട്ടു. ഇനി നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഡീറ്റെയിൽ ഒന്നും പറയാത്തത്, ചപ്പാത്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി വിട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾ ചപ്പാത്തി റെസിപ്പി കാണേണ്ടവർക്ക് അവിടെ ഒന്ന് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് ഏറ്റവും മുകളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ ഫുൾക്ക ചപ്പാത്തി അല്ലേ, അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഗ്യാസിലിങ്ങനെ കാണിക്കുമ്പോൾ അത് പൊന്തി വരുവേ. അങ്ങനെ ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ടപ്പോഴേക്ക് എൻ്റെ വീണ് പോയി താഴെ. നമ്മളത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. ഇവിടെ നോർത്തിലുണ്ടാക്കുന്ന ചപ്പാത്തിയാണ് ഇങ്ങനെ. എന്നിട്ട് മോൻ ഭയങ്കര ചിരിയായിരുന്നു, കളിയാക്കിയിട്ട് നല്ല ചിരിയായിരുന്നു. അതൊന്ന് നമുക്ക് കാണാം. അതൊക്കെ സാധാരണയല്ലേ, നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചില അമളികളൊക്കെ പറ്റാറില്ലേ. അപ്പോൾ വീണപ്പോൾ മോനൊന്ന് ചിരിച്ചതാണ്. വീഡിയോ എടുത്തപ്പോൾ സാധാരണ അല്ലാത്തപ്പോൾ നല്ല ഇതായിട്ട് ഇങ്ങനെ എറിഞ്ഞിങ്ങനെ ഇതൊക്കെ ആക്കും. അപ്പോൾ ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ പറഞ്ഞു. ചപ്പാത്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഇവിടുത്തെ നോർത്തിലെ ചപ്പാത്തി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഐ ബട്ടണിൽ നേരത്തെയും കൊടുത്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്താൽ മതി. നോർത്തിലൊക്കെയാണ് നല്ല പെർഫെക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എണ്ണ അവർ ഓയിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി ചെക്ക് ചെയ്ത് കാണാം. നമ്മളെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. പുതിയ വീട്ടിൽ കയറിയപ്പോൾ എല്ലാം ഒതുക്കി പെറുക്കലും ഒക്കെ കുറച്ചൊന്ന് ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കി ഇനി ഫുഡ് കഴിക്കണം, കിടന്നിറങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക് യു.